ഇത്തവണ മത്സരിക്കുമ്പോൾ താങ്കൾക്ക് ആത്മവിശ്വാസം തോന്നുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം പൊതുവിൽ UDFന് അനുകൂലമായ ഒരു ട്രെൻഡാണ് കേരളത്തിലുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ കളമശ്ശേരിയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഒരു വികസന മുരടിപ്പും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ജനപ്രതിനിധിയെ കാണാൻ സാധിക്കാത്ത വിഷയവുമൊക്കെ കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നിയോജകമണ്ഡലത്തിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ 2011 മുതൽ 2021 വരെ UDFൻ്റെ ജനപ്രതിനിധിയായിരുന്ന ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് ഈ നിയോജകമണ്ഡലത്തിൽ കാണിച്ചൊരു മാതൃകയുണ്ട്. ആ മാതൃകയാണ് നമ്മൾ പിന്തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഞാൻ പിന്തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത് ജനങ്ങൾക്ക്, ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞവരാണ്. അവർക്കതിനെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതി പൊതുവിൽ ജനങ്ങൾക്കിടയിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു ജില്ലകളിൽ എന്ന പോലെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ എറണാകുളം ജില്ലയിലും പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അത് താങ്കളുടെ മത്സരത്തെയും ബാധിക്കുമോ? എറണാകുളം ജില്ലയിൽ എവിടെയാണ് പൊട്ടിത്തെറിയുണ്ട്? എനിക്ക് അറിവില്ല. സാധാരണ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു പ്രശ്നമില്ലാതെയുള്ളൊരു സ്ഥാനാർത്ഥി നിർണയവും കാര്യങ്ങളാണ് ഉണ്ടായത്. അല്പം വൈകി എന്നുള്ളത് ശരിയാണെങ്കിലും വളരെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോയിട്ടുള്ളത്. 3ാം ഊഴമാണ് LDF ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമെന്നാണ് UDF പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് എത്രത്തോളം നിർണായകമാണ്? തെരഞ്ഞെടുപ്പ് UDFന് അനുകൂലമാണ്. ആ കാര്യത്തിൽ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു അവസരമാണ് ഏപ്രിൽ 9-ാം തീയതി വരാൻ പോകുന്നത്. അത് ജനങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും. മണ്ഡലത്തിലെ വോട്ടർമാരോട് എന്ത് വാഗ്ദാനമാണ് നൽകാനുള്ളത്? മണ്ഡലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ച് അവരെ അനുഭവിച്ചിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളുടെ, ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു കാലമുണ്ട്. അതൊരു വലിയൊരു സുവർണ്ണ കാലഘട്ടമായിരുന്നു കളമശ്ശേരി. ആ സുവർണ്ണ കാലഘട്ടം കളമശ്ശേരിക്ക് അടുത്ത 5 വർഷം ഉണ്ടാകും എന്നതാണ് ഉറപ്പ്. അവരോടൊപ്പം നിന്ന് അവരുടെ സുഹൃത്തിനെ പോലെ, ഒരു സഹോദരനെ പോലെ പ്രവർത്തിക്കും എന്നുകൂടിയുള്ള ഉറപ്പാണ് നിയോജകമണ്ഡലത്തിലേക്ക് കൊടുക്കാനുള്ളത്. നന്ദി ശ്രീ അബ്ദുൽ ഗഫൂർ. വിജയ.